നമസ്കാരം. ശബരിമല വിഷയത്തിൽ എന്തുകൊണ്ട് ചർച്ച നടന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു ഉത്തരം തരികയാണ്. അതായത് ഇന്നിപ്പോ ചർച്ച അലമ്പാക്കിയിട്ട് പുറത്തേക്ക് വന്ന പ്രതിപക്ഷ നേതാവും ഉപപ്രതിപക്ഷ നേതാവുമായിട്ടുള്ള സതീശന്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും പ്രതികരണം നിങ്ങളൊന്ന് കേട്ടെ. ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നോട്ടീസ് കൊടുക്കായിരുന്നു. ചർച്ച ആവശ്യമില്ല, സഭയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നേ. സഭയിലൊക്കെ ചർച്ച കഴിഞ്ഞാണ്. എല്ലാ ദിവസവും എന്തിനാ ചർച്ച? ചർച്ച ചെയ്ത് ഡയലൂട്ട് ചെയ്യാം എന്നൊരാഗ്രഹം അവർക്ക് കാണും. ചർച്ചക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. ആളുകൾക്ക് വേണ്ടത് ഉത്തരാണ്, അല്ലാതെ ചർച്ച ചെയ്ത് ഡയലൂട്ട് ചെയ്യലല്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങള് ഇന്ന് ഈ രീതിയിൽ അത് അവരുടെ മറുപടി ഞങ്ങൾക്ക് ചർച്ച ആവശ്യമില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോണത് ആരൊക്കെയാണെന്ന് അതും എല്ലാവർക്കും അറിയാം. ചർച്ച വേണ്ട, ഞങ്ങൾക്ക് ചർച്ചയെ വേണ്ട. ചർച്ച ചെയ്താൽ പോയില്ലേ, ചർച്ച നടക്കാനേ പാടില്ല. ഞങ്ങൾ ഇങ്ങനെ അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കും. അതായത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞ് അതിന് മറുപടിയായി കഴിഞ്ഞാൽ നാട്ടുകാർക്ക് കൂടി മനസ്സിലാകും എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ള കാര്യം. അതറിയാനേ പാടില്ല. ശ്രീനാരായണ ഗുരു പറഞ്ഞ ഒരു വാചകം ഓർപ്പിക്കുകയാണ്. അതായത് ഏതൊരു വിഷയത്തിലും സംവാദം വേണമെന്നാണ്. സംവാദം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അല്ലെങ്കിൽ ചർച്ച വേണമെന്നാണ്. ചർച്ച എന്തിനാണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് ചർച്ചകൾ. ആ അറിയാനും അറിയിക്കാനും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കയ്യിൽ കുറച്ച് നുണകളുണ്ട്. ഇത് നാട്ടുകാരുടെ മുന്നിൽ പാടിക്കൊണ്ട് നടക്കണം. ഇത് ഞങ്ങൾ ചർച്ചയ്ക്കെടുത്താൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവർ ഡൈല്യൂട്ടാക്കി കളയും. ചർച്ച ചെയ്ത് ഞങ്ങളിങ്ങനെ ഗ്രാവിറ്റിയിൽ കയറ്റിക്കൊണ്ടുവരുന്നു. ഞങ്ങളും മാധ്യമങ്ങളും കൂടി ഒരു സൈഡിൽ കൂടെ ഇതിനെ നുണകൾ വെച്ച് കത്തിച്ച് കൊണ്ടുവരുന്നതിന് സത്യങ്ങൾ നിരത്തി അല്ലെങ്കിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അതിനെ ഡൈല്യൂട്ടാക്കി കളയും. അപ്പോൾ ഉടനെ സതീശൻ കയറി ഇടപെടുന്നതും അതിനോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം വരുമ്പോൾ ഈ നാവിൽ നിന്ന് അറിയാതെ സത്യങ്ങൾ പറഞ്ഞു എന്ന് കേട്ടിട്ടില്ലേ? സിദ്ദിഖിൻ്റെയൊക്കെ മുഖം പോകുന്ന ഒരു പോക്ക് നോക്കിയേ. അപ്പോൾ ഉദ്ദേശം എന്തായിരുന്നെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ചർച്ച വേണ്ട, ഞങ്ങൾ അലമ്പാക്കി എന്ന് പറഞ്ഞാൽ പ്രതിഷേധം കൊണ്ടല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഒന്നുകൂടി അതൊന്ന് കേട്ടു നോക്കിയേ. ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നോട്ടീസ് കൊടുക്കായിരുന്നു. ചർച്ച ആവശ്യമില്ല, സഭയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നേ. സഭയിലൊക്കെ ചർച്ച കഴിഞ്ഞാണ്. എല്ലാ ദിവസവും എന്തിനാ ചർച്ച? ചർച്ച ചെയ്ത് ഡയലൂട്ട് ചെയ്യാം എന്നൊരാഗ്രഹം അവർക്ക് കാണും. ചർച്ചക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. ആളുകൾക്ക് വേണ്ടത് ഉത്തരാണ്, അല്ലാതെ ചർച്ച ചെയ്ത് ഡയലൂട്ട് ചെയ്യലല്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങള് ഇന്ന് ഈ രീതിയിൽ അത് അവരുടെ മറുപടി ഞങ്ങൾക്ക് ചർച്ച ആവശ്യമില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോണത് ആരൊക്കെയാണെന്ന് അതും എല്ലാവർക്കും അറിയാം. കാര്യങ്ങൾ വ്യക്തമല്ലേ? ഇനി നിങ്ങൾക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് ഒരുങ്ങാതെ ഇവർ പുറത്ത് മൈക്ക് കെട്ടി ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം സഭാരേഖയാക്കി വരുംകാലത്തിലെ തലമുറ വരെ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കാതെ എന്തുകൊണ്ട് ഇവർ ഒളിച്ചോടുന്നു എന്ന് പറഞ്ഞാൽ ഇതും കൂടി അങ്ങ് അവതരിപ്പിച്ച് പൊളിഞ്ഞാൽ ഇനി ഞങ്ങളുടെ കയ്യിൽ തെരഞ്ഞെടുപ്പിന് ആയുധം ഇല്ല. എന്തെടുത്ത് ഞങ്ങൾ പ്രയോഗിക്കും? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ സ്വർണം കെട്ടത് ആരപ്പ എന്ന് പാടി നടന്നത് ഈ നിയമസഭയിലോടുകൂടി അങ്ങ് തകർന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്തെടുത്ത് ഈ നാട്ടിൽ പ്രചരണായുധമാക്കും? ഇത് മാത്രമാണ് പ്രശ്നമെന്ന് മനസ്സിലായോ സുഹൃത്തുക്കളെ? ഇത് സിമ്പിളാക്കി പറഞ്ഞു തന്നെന്ന് പറഞ്ഞാൽ നാട്ടുകാർ മനസ്സിലാക്കിയിരിക്കണം, കിട്ടിയ ഒരു വള്ളിയാണ്, അതിൽ പിടിച്ച് ആടി അങ്ങ് നിയമസഭ വരെ എത്തണം. അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ്. അത് സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിയാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് കടന്ന് അപ്പുറത്ത് എത്തി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണം. അതിനുവേണ്ടിയാണ് ചർച്ച ചെയ്യാതെ ഞങ്ങൾ ഒളിച്ചോടിയത്. ചർച്ച ചെയ്യാൻ ചെന്ന് അവർ ഡൈല്യൂട്ടാക്കി കളയും അത്രേ.